നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പറയുന്നില്ലേ? ഇത് പറയുമ്പോൾ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോയുടെ സദസ്സ് വളരെ വിജ്ഞാന ഉള്ള സദസ്സാണ്, അല്ലാതെ വായി നോക്കികളുടെ സദസ്സല്ല. കാര്യം എന്ന് വെച്ചാൽ അവരിവിടെ ചോദിക്കും, വാട്ട് വി ഷുഡ് ഡു ടെസ്റ്റ് ഗുഡ് ദ വിൽ ഓഫ് ഗാഡ്. അവർ ചോദിക്കും, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നത് ഈശോയുടെ ശ്രോതാക്കൾ വെച്ച് ഇടിപെട്ട ശ്രോതാക്കളാണ് ഈ കുർബാനയുടെ ഡിസ്കോഴ്സ് നടത്തുമ്പോൾ കർത്താവിനെ അഭിമുഖീകരിക്കുന്നത് നല്ല ക്ലാസ് ഓഡിയൻസാണ്. അവർ ചോദിക്കണം, കണ്ടില്ലേ അവരുടെ ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ വെളുപ്പിനെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്. കാര്യം വെച്ചാൽ അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയെന്ന് പറയുമ്പോൾ ഉടനെ പറയും ദൈവഹിതം എന്നാണ് അവർ പറയണത്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിത്യത എന്ന് പറയുമ്പോൾ ആ ജനങ്ങൾ ഉടനെ തിരിച്ചറിയും, വിവേചിക്കും. അത് അവരുടെ ഡിസേൺമെൻറ്റ് ഭയങ്കരമാണ്. അവർ ചോദിക്കുന്നത് എന്താണ്? നിത്യതയാണെങ്കിൽ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അതാണ് വിഷയം. അപ്പോഴെന്ത് ചെയ്യും? അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. അവൻ അയച്ചവനിൽ വിശ്വസിക്കാനാണ് അത് പിന്നീട് പറയണത്. ഈശോ പറഞ്ഞ മറുപടി അതാണ്. പക്ഷെ അയച്ചവൻ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അത് അമ്മയാണ് പറയണത്. അവൻ പറയണത് പോലെ ചെയ്യാൻ. അതാണ് മരിയൻ ഉടമ്പടി. കൈയടിച്ച് കർത്താവ് വായിച്ചോളൂ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ചോദിക്കണ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. വാരിക്കെട്ടി ചോദ്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. നീ ഒരു വിശ്വാസിയാണോ? നിനക്ക് നിൻ്റെ ദൈവത്തോട് ചിലപ്പോൾ 10,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകാം. പക്ഷെ ദൈവം ഉത്തരം പറയുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, കാശ്മീർ. ഒരു വിശ്വാസി എന്ന നിലയിൽ ഇക്കാലങ്ങളിലെല്ലാം പലതരത്തിലുള്ള 100,000 സംശയങ്ങളുമായിട്ടാണ് നീ ജീവിക്കണത്. നിനക്ക് ദൈവത്തെ കാണുമ്പോൾ ഈ 100,000 സംശയങ്ങളും ചോദിക്കണം തോന്നും. പക്ഷേ ദൈവം കേൾക്കണ ഒരു സംശയമേ ഉള്ളൂ. എന്താ സംശയം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ 27 തൊട്ടൊരു വചനം വായിച്ചു ഒന്നുകൂടി. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, പറഞ്ഞോളൂ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നിനു പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നുകൂടി പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ വെളിപ്പെടുത്തും പോലെ അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി അങ്ങയോടൊപ്പമുള്ള നിത്യകാല ജീവിതം ആദിമസഭയെ പോലെ പൊന്നിനേക്കാളും പൊന്നുകട്ടയേക്കാളും വിലമതിക്കുന്ന ഒരു വിശ്വാസിയുടെ ആന്തരിക അഭിഷേക മനസ്സ് എനിക്ക് അവകാശമാക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ അവർ ചോദിച്ചു. 28 വായിച്ചോളൂ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് സംഭവം എന്നറിയാവോ? ഈശോ പറഞ്ഞു, അതായത് നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവേൻ എന്ന് പറഞ്ഞിട്ട് ഈശ്വര വാക്ക് പറഞ്ഞു. എന്താണ്? പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിത്യതയെന്ന് പറയുമ്പോൾ ആ നിത്യത ആര് വഴി ലഭിക്കണം, ആരിലൂടെ ലഭിക്കണം? ഇപ്പം എല്ലാ സത്യം, എല്ലാ ദൈവത്തെങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ സഹിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അറിവില്ല എന്ന് പറയും.
പക്ഷേ എല്ലാം സത്യമാണ്, എല്ലാവരിലൂടെയും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ലിബറലിസ്റ്റുകൾ തിയോളജിയിൽ. യവന്മാരുടെ കാര്യം പോക്ക. കാര്യം എന്താ കാര്യം? കാലത്തിനൊപ്പം ജനങ്ങളുടെ കൈയടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവർ കർത്താവിൻ്റെ വചനത്തിലും വെളിപാടിലും വെള്ളം ചേർത്തുകൊണ്ട് അവർ അപ്ഡേഷൻ ഉണ്ടാക്കുകയാണ്. എന്തിനാണ്? തങ്ങളുടെ ആത്മാവിനെ വിറ്റ് അപ്ഡേഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു തിരിച്ചറിവായിരിക്കണം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. കർത്താവേ, എല്ലാ രോഗികളെയും അങ്ങ് കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, നിന്റെ തിരുമുറുവാർന്ന വലതുകരം കർത്താവേ ഓരോ രോഗികളുടെ ശേഷിയിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിന് രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിന് രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിന് രക്തം നിറയട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗികള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധാത്മാവും നമ്മൾക്ക് ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദേശം എന്താണ്? അതായത് നിത്യത എന്ന് പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്വീൻ ഓഫ് ഓൾ പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയ വാഗ്ദാനം എന്താണ്? നിത്യതയാണ്. അത് ഈശോയാണ് വാഗ്ദാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തത്. ദാറ്റ്സ് അവർ പോയിന്റ്, ഇല്ലേ? എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. അതില്ലായിരുന്നു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു. മോസസിൻ്റെ കാലം മുതലുള്ള എല്ലാ, എബ്രാഹത്തിൻ്റെ കാലം, നോഹിൻ്റെ കാലം, ആദത്തിൻ്റെ കാലം, എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ഈശോയിലേക്ക് എത്തുമ്പോൾ ഈശോ, വാട്ട് വാസ് ദ എക്സാക്ട് റോൾ ഓഫ് ജീസസ്? എന്തായിരുന്നു എക്സാക്ട് റോൾ ഈശോൻ്റെ? ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യത. പിതാക്കന്മാരെ മരുഭൂമിച്ച് മഞ്ഞ ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നു നിത്യം ജീവിക്കും എന്ന് പറഞ്ഞേ. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ശരി, കവിളിലെ ഇങ്ങനെ ക്യാൻസർ പോലെ ഒരു കറുത്ത വട്ടച്ചൊറി ഇങ്ങനെ ആണി പോലെ ഇരിക്കണത്, ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ കുറച്ചുകൂടി ലൈവായിട്ട് ഓൺലൈനിലുള്ളവരും നിങ്ങളും തീർത്ഥാടന സഭയിലിരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി തിരിച്ചറിവോടുകൂടി ഇരിക്കണം. എന്ത് സംഭവിക്കാവുന്ന ആരാധനയാണ്. നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല. ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളെ കണ്ണീരോടെ തിരിച്ചു വിടത്തില്ല. എന്താ കർത്താവിൻ്റെ വചനം? അവർ കണ്ണീരിലൂടെയാണ് വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു നയിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. മക്കളെ രോഗമുള്ള ഇടത്തെല്ലാം കൈവെക്കുക. ഈശോ സുഖപ്പെടുത്തട്ടെ. മക്കളുടെ രോഗമുള്ള ഇടത്തില്ല. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക.
നിങ്ങളുടെ നടുവേദനയാണെങ്കിൽ നടുവിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖമാണെങ്കിൽ ഇപ്പോൾ കിഡ്നിയുടെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് PCOD ആണ് അസുഖമെങ്കിൽ നിങ്ങളുടെ പൊക്കിളിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ ആണെങ്കിൽ പതിരയിൽ ശ്വാസകോശത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഹൃദയരോഗികളും കരൾ രോഗികളും ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ, 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 കർത്താവേ, നിന്റെ രക്തം കർത്താവേ, നിന്റെ രക്തം കർത്താവേ, അങ്ങയുടെ മക്കളുടെ രക്തത്തിൽ കർത്താവേ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, ഈശോ അങ്ങയുടെ രക്തം കർത്താവേ, അങ്ങയുടെ രക്തം മക്കളുടെ രക്തത്തിൽ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിന്റെ അടയാളത്തില് 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസമത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഗണത്തിന്റെ സാക്ഷിയാകാൻ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? 8852 വാഗ്ദാനങ്ങൾ, 8552 വാഗ്ദാനങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യരാശിക്ക്. അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ്, ദ ക്വീൻ ഓഫ് പ്രോമിസസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയമായ വാഗ്ദാനം മനുഷ്യരാശിക്ക് നൽകിയത് ഈശോയാണ്. ഈശോ എന്താ പറഞ്ഞത്? ഈശോ നൽകിയ വാഗ്ദാനം എന്താണ്? നിത്യത, നിത്യജീവൻ. അതാണ് വാഗ്ദാനം കൂട്ടിച്ചേർത്തത്. അതിനാണ് അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. കൈയടിച്ച് കർത്താവിനെ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ അപ്പോഴ് ഒന്ന് ചിന്തിച്ച് നോക്കി. ഈശോയുടെ സദസ്സിനെ പോലെ നിങ്ങളും പ്രബുദ്ധ സദസ്സാണെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഈശോ നമ്മൾ സ്ഥാപിച്ചത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ചെയ്തിട്ടില്ല. ഉടമ്പടിയിൽ എന്താ സംഭവം? നിന്നെ ദൈവം സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു. അല്ലാതെ പൊട്ടക്കടൻ്റെ മാവായിട്ട് എറിയണ പോലെ നിന്റെ പ്രാർത്ഥന കേൾക്കണ്ടെന്നല്ല. ഇറ്റ് മസ്റ്റ് ബി ഹേർഡ്. അത് കേട്ടേ മതിയാവൂ എന്ന് തീരുമാനിക്കുന്നതാരാണ്? നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവേ. പ്രിയപ്പെട്ട ഒരു അതിമനോഹരമായ ഒരു സന്ദേശമുണ്ട് ഇപ്പോൾ ഈശോ തന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ നടുക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒരു വാക്കും പറയത്തില്ല. കർത്താവ് എന്ത് കാണിക്കണതേ പറയത്തുള്ളൂ. ഇപ്പം കർത്താവ് എന്താ കാണിച്ചതെന്നറിയാവോ? ഒരു ഹൃദയമാണ് കാണിച്ചത്. ചുമ്മാ ചുവന്ന് വരുന്ന ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഹൃദയത്തിന് എന്തോ തകരാറുള്ള ഹൃദയരോഗിയാണ്. ഹൃദയരോഗികളെ കർത്താവ് സുഖപ്പെടുന്ന സമയമാണ്. ഓൺലൈനായാലും നിങ്ങളായാലും ഹൃദയത്തെ വേദനയുള്ളവർ സ്തുതിച്ച്, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചു പോയവരൊക്കെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ച് സ്തുതിക്കട്ടെ. ബ്ലോക്കുള്ളവർ സ്തുതിക്കട്ടെ. വാൽവ് ശോഷിച്ചു പോയവർ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ദൂരമുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിൽ രോഗമുള്ള കുഞ്ഞുങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. I command you the name of Jesus Christ to be healed. I command you the name of Jesus Christ to be healed. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ കൂടെ ഈശോ തന്ന സന്ദേശമായിരുന്നു നമ്മുടെ നാഭിയില്ലേ, എന്താ ഇവിടെ ഇരിക്കണ കഴുത്തല്ലേ, കഴുത്തിൻ്റെ ഉള്ളിലുള്ള അന്നനാളം, അതുപോലെ തന്നെ തൊണ്ട, അത് തൈറോയിഡ് ആയാലും ടോൺസിറ്റ് ആയാലും തൊണ്ടയിലെ ക്യാൻസർ ആയാലും ഈ ആരാധന കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, വലതുവശത്തെ വൃഷ്ണം വർക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ പിന്നെ ഉള്ളത് ഇടതുവശത്തെ വൃഷ്ണമാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടും, പക്ഷേ ബേൺ ഔട്ടായി പോകും, കത്തിപ്പോവും.
എന്നുവെച്ചാൽ വറ്റിപ്പോകും. അതാണ് പ്രശ്നം. ഈ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. തിരിച്ചറിയണം, വലിയ അഭിഷേകത്തിൻ്റെ സമയമാണ്. ആർക്കും എന്ത് സംഭവിക്കാവുന്ന സമയമാണ്. എപ്പോഴും സംഭവിച്ചു. കർത്താവ് ഒരു നോട്ട് നമുക്ക് തരണം. ഇപ്പം എന്താ കണ്ടത്? ഒരു പൊട്ടിപ്പോയ വലത് വൃഷ്ണം, അതിൽ നിന്ന് ബീജങ്ങൾ കത്തി പോകുന്നതാണ് മെസ്സേജ്. പക്ഷേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? ഈ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരും അടിവയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേ ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ, ഇപ്പോൾ കരളിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മെസ്സേജ് വരുമ്പോൾ, എൻ്റെ മക്കൾ അപ്പോഴൊക്കെ അത് ആ കൃപയുടെ ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്തിൽ അനേക സൗഖ്യങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ എല്ലാം നെഞ്ചത്ത് കഴിച്ച് വിശ്വാസ പ്രമാണം അറിയാവുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവർ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചതെന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് പറഞ്ഞ്, യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. യേശു കർത്താവാണത് 50 പോയിൻ്റാണ്. ഹൃദയത്തിൽ വിശ്വസിക്കണം 50 പോയിൻ്റ്. 2 കുടുംബങ്ങളാണ് 100 പോയിൻ്റ്. ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ യോഹന്നാന് സംഭവിച്ച പോലെ ഇരിക്കും. താക്കോലും കൊണ്ട് വല്ലവരും പോവും. ഇത് രക്ഷ പ്രാപിക്കുന്നതിന് 2 പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്നെന്താണ്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. ഇതിന് ഉള്ള പ്രശ്നം, യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് അതിന് ഗ്രാവിറ്റി ഉണ്ട്. നീ വിശ്വാസത്തിൽ നിനക്ക് മച്യൂരിറ്റി പ്രാപിക്കും തോറും നിൻ്റെ പ്രൊക്ലമേഷന് മച്യൂരിറ്റി ഉണ്ടാവും. കാശ്മീർ അതായത് വിശ്വാസത്തിൽ ഇപ്പോൾ യേശു കർത്താവാണെന്ന് നീ 9ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, യേശു കർത്താവാണെന്ന് നീ 50ാം വയസ്സ് വെച്ച് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിനെ എന്താ കാര്യം? നിൻ്റെ അറിവാണ് എൻ്റെ വ്യത്യാസം. യേശു കർത്താവാണ്, ക്യാൻസർ അല്ല കർത്താവ്, ജപ്തി നടപടി അല്ല കർത്താവ്, ബാങ്ക് മാനേജർ അല്ല കർത്താവ്, എന്നോട് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. അതല്ലേ ചേച്ചി പറയണത്. ചേച്ചിയാ പറയണിരിക്കണേ. ആദ്യം പറഞ്ഞ ആളാരാണ്? അഞ്ജന ഡേവിഡിൻ്റെ സാക്ഷ്യം എന്താണ്? അഞ്ജന ഡേവിഡ് പറയണത്, ഡോക്ടർ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഇനി ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങളുമായിട്ട് ചെയ്യരുത്. കാര്യം എന്താണ്? ഞങ്ങൾ ഈ ഫയൽ കർത്താവിൻ്റെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞു. അത് ഭയങ്കരമായിട്ടുള്ള പ്രൊക്ലമേഷൻ അല്ലേ? അവരോട് നേരിട്ട് പറയണേ. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങളെപ്പോലെ ക്രിസ്ത്യൻസിനെ പോലെ വിശ്വസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയും. അതാണ് ഡോക്ടറിൻ്റെ മറുപടി. എന്താ പ്രശ്നം വെച്ചാൽ, ഇനി ഇത് ഞങ്ങളോട് പറയരുതെന്നാണ് അവർ പറയുന്നത്. എൻ്റെ കൊച്ചിന് വൈകല്യമുള്ള കൊച്ചാണ് വയറ്റിൽ കിടക്കണം എന്നുള്ളത് ഡോക്ടർ ഈ ഡിസ്കഷൻ, ഈ സബ്ജക്റ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ. കാര്യം എന്താണ്? ഈ ഫയല് അങ്ങനെ തന്നെ കർത്താവിൻ്റെ മേശപ്പുറത്തേക്ക് ഞങ്ങൾ വെക്കുകയാണ്. എന്നിട്ട് ഇവൾ പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? അവിടെ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് അതെന്താ ചെയ്തിരിക്കണത്? റോമാ 4:20 വർക്ക് ചെയ്തിരിക്കണം. അവിടെ അച്ഛൻ നേരത്തെ പറഞ്ഞാണ്. എന്താണ് പറഞ്ഞത്? ദൈവത്തെ അവൾ മഹത്വപ്പെടുത്തി. പിന്നെ എന്താണ്? വിശ്വാസത്തിൽ അവരുകൊണ്ട് ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചെങ്കിലും ഇവിടെ പുറത്ത് പറയുമ്പോൾ ഞാനൊരു അമ്മയല്ലേ എന്ന രീതിയിൽ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ തിക്കിമുട്ടിക്കുമല്ല. കാര്യം നേഴ്സുമാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എന്തിനാണ് ഈ കുരിശ് ചുമക്കണത്? ഇതെങ്ങാനും അംഗവൈകല്യമായിട്ട് ജനിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിനും ചുമന്നുകൊണ്ട് നടക്കണ്ടേ? നീ ചത്ത കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചിന് ഈ അംഗവൈകല്യമല്ല കൊച്ചു എങ്ങനെ ജീവിക്കും ഇവിടെ? ഇങ്ങനെ ചോദിച്ച് ഇവരെ അധൈര്യപ്പെടുത്തി കളയും. വിശ്വാസത്തിനെതിരെ വരാൻ സാധ്യതയുള്ളത് നാട്ടുകാർ വെച്ച് അധൈര്യപ്പെടുത്തുന്നതാണ്. ഈ അധൈര്യപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് നാട്ടുകാരിലും വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അധൈര്യപ്പെടുത്തുമ്പോൾ എന്താ പറ്റണത്? അതായത് നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നൊരു വിശ്വാസപരമായിട്ടൊരു ആചാരം ചെയ്യണ പോലെ അല്ല. അതിൻ്റെ അകക്കാമ്പ് എന്താണെന്ന് നോക്കണം. വി ആർ ആക്ച്വലി റിസീവിങ് ജീസസ്. എന്താണ് ഈ ഉടമ്പടിയെക്കുറിച്ച് ആദ്യം ഭയങ്കരമായിട്ടുള്ള ഒബ്ജക്ഷൻസ്, ഇത് അറിയാൻ പാടില്ലാത്തപ്പോൾ അച്ഛന്മാർ തിയോളജിയൻസ് ഉന്നയിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ്, ആലപ്പുഴ പിതാവ് ജെയിംസ് ആനാവറം പിതാവ് തന്നെ പിതാക്കന്മാർ ചോദിച്ചവരോട് പറഞ്ഞു, എന്താണ്? ഇറ്റ്സ് എ ക്രിസ്റ്റോളജിക്കൽ പ്രെയർ. ഞാൻ പോലും ചിന്തിക്കാത്തതാണ് എൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തവർക്ക്. എന്താണ്? ഇറ്റ്സ് എ ക്രിസ്റ്റോളിക്കൽ പ്രെയർ. ഇതൊരു ക്രിസ്തു കേന്ദ്രീകരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്താ കാര്യം?
ഇതൊരു മരിയം പ്രെയർ അല്ല, ഇത് ക്രിസ്തു സെൻട്രിക് പ്രെയറാണിത്. എന്താണ്? അതാണ് ചക്കാലക്കൽ പിതാവ് പറഞ്ഞത്. ചക്കാലക്കൽ പിതാവ് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു, ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യേണ്ട. അവനാരാണ്? ഈശോ.